പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ? പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ട്രൂ ആണ്. ബട്ട് അത് പ്രേതമാണെന്ന് പറയാൻ പറ്റത്തില്ല. പ്രേതം അത്ര ഹൊറിബിളായെന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന രീതിയിൽ പ്രേതങ്ങളുണ്ടോ എന്നുള്ളതിൽ എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ പ്രേതം എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? അപ്പോൾ പ്രേതം എന്ന് എല്ലാവരും പറയുന്നത് എന്താ, ഈ മരിച്ച ഒരാള് അയാൾ ആത്മാവായിരിക്കും, അയാൾ ആത്മാവാണെന്ന് പറയണത്. ബട്ട് എനിക്കതങ്ങനെ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. തനിക്ക് ആത്മാവുണ്ടോ? എനിക്ക് ആത്മാവുണ്ടല്ലേ, അതുകൊണ്ടല്ലേ. അല്ല, ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. യെസ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അല്ലേ അങ്ങനെയാണ്. ഇത് എവിടെ നിന്നാണ് ഈ ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കിയത്? ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ഞാൻ അതിനെയാണ് എൻ്റെ ആത്മാവായിട്ട് വിശ്വസിക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് മരിച്ചതിന് ശേഷം എന്താ സംഭവിക്കുക? അതൊക്കെ ഇച്ചിരി ഫിലോസഫിക്കലി കുറച്ച് നമ്മൾ കടുത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, താനിപ്പോൾ ഈ പ്രായത്തിലൊക്കെ മരിച്ചു പോകാന്ന് വിചാരിക്കും, അപ്പോൾ തൻ്റെ ആത്മാവ് തന്നെ പോലെ ഇരിക്കുന്നില്ലേ താൻ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരാളായിരിക്കത്തില്ല ഇപ്പം ഇറങ്ങി നടക്കുന്നത്. താനപ്പോൾ ഇനി ഒരു 10 വർഷം കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തൻ്റെ ആത്മാവിൻ്റെ രൂപവും സ്വഭാവമൊക്കെ മാറത്തില്ലേ? ആത്മാവിന് അങ്ങനെ പ്രായവും സ്വഭാവമൊക്കെ ഉള്ളതായിട്ടാണോ തൻ്റെ വിശ്വാസം? ഇല്ല, ആത്മാവിന് പ്രായവും അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെയാണ് അങ്ങനെ കൂടുതലായിട്ട് കാണുന്നത്. അല്ലാതെ എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിയുമ്പം എറ്റേണൽ ലൈഫിലോട്ട് നമ്മൾ പോവുക ചെയ്യാം. നമ്മളിവിടെ കറങ്ങി നടക്കുകയും മറ്റുള്ളവരെ പേടിപ്പിച്ചിട്ട് നമുക്കൊന്നും ഉണ്ടാനാ. അത് ശരിയാ. പക്ഷെ ഞാൻ ചോദിച്ച ആത്മാവില്ലേ, ഈ ആത്മാവിനെ നമ്മളിപ്പോ ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ആത്മാവ് പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ഇരിക്കും, അല്ലെങ്കിൽ വീണ്ടും പുനർജനിക്കുമ്പോൾ ഒരു വേറൊരു കുഞ്ഞിന്റെ ആത്മാവ് അങ്ങനെ പോകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളൊന്നും നടന്ന് ആരെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിനെ കൊന്നാൽ പോലും ഒരു പ്രത്യേക പ്രായത്തിൽ കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ രീതിയിലാണ് വേശ്യയാണേലും പ്രേതമാണെങ്കിലും അതൊക്കെ വരുന്നത്. അത് ഒരുപാട് പ്രായം ചെന്ന് മരിച്ചാലും ഒന്നും, കൊല ചെയ്താലൊക്കെ ചിലർക്ക് ഇത് വരത്തുള്ളൂ. ഇവർ പറയുന്ന ആത്മാവിന് ശാന്തി കിട്ടിയില്ലെന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ സ്വർഗത്തിൽ പോകുന്നെന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേര്, കുറച്ചുപേർ ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നതെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന കുറച്ച് പേര്, ചിലർ പുനർജനിക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന കുറച്ച് പേര്. നമ്മുടെ ഇന്ത്യയിൽ ഇത് മിക്സ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തൻ്റെ ഒരു സങ്കല്പം വെച്ചിട്ട് താൻ ഇപ്പം മരിച്ചാൽ, ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ വിശ്വാസം താൻ ഈ രൂപത്തിൽ ഇങ്ങനെ വേറൊരിടത്തോട്ട് പോകുന്നല്ലേ തോന്നുന്നേ. സോ ഒത്തിരി പ്രായം കഴിഞ്ഞിട്ട് മരിക്കുന്നവരുടെ വിചാരം അവർ ആ പ്രായത്തിൽ, ഇപ്പം ഞാൻ മരിക്കുമ്പോൾ ഇപ്പം എന്നെ കാണുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവ് ഇരിക്കുന്നത് അല്ലേ? അതൊരു സങ്കല്പമാണ്. അപ്പോൾ ആ സാധനത്തിന് അങ്ങനെ മാറ്റം വരത്തില്ല. ഒരു ആത്മാവാണെങ്കിൽ അതിന് മാറാൻ പാടില്ല. ആ വിശ്വാസത്തിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലേ? അതായത് ഇപ്പം പറയുന്നതനുസരിച്ച് ഒരാൾ മരിക്കുന്ന ഏത് പ്രായത്തിലാണോ അയാളുടെ ഗോസ്റ്റിന് ആ പ്രായമാണെന്നാണ്. പക്ഷെ നമ്മൾ ആരും ഇത് കണ്ടിട്ടില്ല. ഗോസ്റ്റ് ആരെയും കൊന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഗോസ്റ്റിനെ കണ്ട് പേടിച്ച് മരിക്കാന്നാ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോസ്റ്റ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, ഗോസ്റ്റിന് പ്രായമുണ്ടോ, ഗോസ്റ്റിന് ശരീരമുണ്ടോ, രൂപമുണ്ടോ, ഭാവമുണ്ടോ, സ്വഭാവം ഉണ്ടെന്നൊക്കെ. അതായത് തന്റെ സ്വഭാവം കൊണ്ടുണ്ട്, തന്റെ ആത്മാവിന് തന്റെ സ്വഭാവമാണ്. പിന്നെ തന്റെ മെമ്മറി ഉണ്ടെന്നാ പറയുന്നത്. കാരണം അതൊക്കെ ഓർത്തിരിക്കണം അല്ലേ? എന്നാൽ മെമ്മറി എന്നൊക്കെ പറയുന്ന സാധനം ഒരു ആത്മാവിനുണ്ടോ, അല്ലെ സൈസ് ഉണ്ടോ, ഷേപ്പ് ഉണ്ടോ, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലെന്നും പറയും. കാരണം ഇത് രൂപമില്ല, ഭാവമില്ല, അതൊരു വേറെന്തോ പോലത്തെ സാധനമാണെന്നും പറയും. പക്ഷെ നമ്മുടെയൊക്കെ വിചാരം ഇങ്ങനെയാണ്, മനസ്സിലായോ? അപ്പോൾ അതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ, എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ ഉള്ളില് അപ്പൊ തനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ലാത്തതിന്റെ കാരണം തന്റെ വിശ്വാസത്തിന്റെ പ്രശ്നം ആയിരിക്കത്തില്ല. തന്റെ ഒരു ഇത് കാണുന്നുണ്ടെന്ന് പറയുന്നവർക്കൊക്കെ ഒരു ഹാലുസിനേഷനോ ഇല്യൂഷനോ ഒക്കെ ഉള്ള ടൈപ്പ് പ്രശ്നമുള്ളവരാകാനാ സാധ്യത. അല്ലാതെ അപ്പുറത്തൊരെണ്ണം വേണമെന്നില്ല. ഇത് ചിലർക്കേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ലൈഫിലെ വോയിഡ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ഹാലുസിനേറ്റ് ചെയ്തെടുക്കുന്നത്. അതെപ്പോഴും നമ്മുടെ ലൈഫിലെ വോയിഡ്സിനെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ തന്നെ ട്രിഗർ ചെയ്യുന്ന ഇതുപോലെ മറ്റൊരു സ്കീമാണ്. നമുക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡീനെ അല്ലെ നമ്മുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമ്മുടെ ആ ട്രോമനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ അത് പല സിറ്റുവേഷൻസിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതും ഒരു സൈക്കാട്രിക് ഇഷ്യൂ മാത്രമായിരിക്കത്തില്ല, അല്ലാതെ പുറത്തൊന്നും കാണണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ കാണണം. അതെ, എല്ലാവർക്കും കാണാൻ ചോദിക്കണം. അത് ചോദിക്കുന്ന കാര്യമാണ്, ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ വിശ്വസിക്കുന്നത്? അതുപോലെ നമ്മൾ പ്രേതം നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് നമ്മൾ വിശ്വാസം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എങ്ങനെ പോയാലും ഒരു മനുഷ്യൻ അവൻ്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഷുവറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഞാൻ എൻ്റെ ഈ 23ാമത്തെ ലൈഫിൽ ഒരുപാട് പ്രാവശ്യം ദൈവം ഉണ്ടെന്നുള്ളൊരു സാധനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പം ഞാൻ വിശ്വാസപ്രകാരമുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയാണ്. ഞാൻ ബൈബിൾ ഞാൻ എൻ്റെ പേരൻസിൽ നിന്നും എൻ്റെ വിശ്വാസത്തിൽ നിന്നുമാണ് ഞാൻ ക്രിസ്തു എന്ന സത്യത്തെ ഞാൻ മനസ്സിലാക്കി ജീവിക്കുന്നത്.
താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ ആത്മാവ് സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ പോകാൻ സാധ്യതയുള്ള ഒരാളല്ലേ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ മിക്കവാറും നരകത്തിലേക്ക് പോവാ. സ്വർഗത്തിലോട്ട് പോകാൻ എനിക്ക് പ്രത്യേകിച്ച് താക്കോലൊന്നും എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പോയി ഇനി രക്ഷയില്ല. എനിക്കതിൽ ടെൻഷൻ ഇല്ല. കാരണം ഞാൻ പറഞ്ഞാലും സ്വർഗത്തിൽ പോയില്ലേ നരകത്തിൽ പോയി ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കരുത്. അലഞ്ഞൊന്നും ഇതില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൺ എ പർപ്പസ്. അത് എല്ലാം നടക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഇന്ന് ഞാൻ മരിക്കുന്നതിനും അതിനൊരു റീസൺ ഉണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ എന്തെങ്കിലും അൺഫുൾഫിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ വേറെ രീതി ചോദിക്കട്ടെ, തനിക്കപ്പോ ഈ പുനർജനിക്കുന്നു എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇവിടെ ഓടുന്നുണ്ട്. ഇതേ സ്ഥലത്ത് നമ്മുടെ തൊട്ടപ്പുറത്തേക്കുന്ന പലർക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ഒരു ആൾ ജനിച്ചു മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവും ഒന്നും അവർക്കില്ല. ഇപ്പൊ ഹിന്ദുസം അനുസരിച്ചിട്ട് അവർ ചിലപ്പോൾ പുനർജനിക്കുന്നെന്ന് പറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് തെറ്റാന്ന് പറയേണ്ടി വരത്തില്ല അപ്പൊ ഇത് ശരിയാണെങ്കിൽ? ഇല്ല, ഞാൻ നമ്മളെപ്പോഴാ ഒരാൾ പുനർജനിച്ചു എന്ന് പറയുന്നത്? അതായത് ഇപ്പം ഞാൻ മരിച്ചു, എന്നെ പോലെ തന്നെ എൻ്റെ ക്യാരക്ടർ ട്രെയ്റ്റ്സും എൻ്റെ പോലെ തന്നെ രൂപസാദൃശ്യം വരുമ്പോഴാണ് ഞാൻ പുനർജനിച്ചു എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഞാൻ കുഞ്ഞായിട്ട് ഇങ്ങോട്ട് ജനിക്കുമ്പോഴേ ഞാൻ ജിസയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല. ഞാനൊരു പോയിന്റ് എത്തിക്കഴിയുമ്പം എൻ്റെ അതേ ക്യാരക്ടർ ട്രെയ്റ്റ്സും അല്ലെ എന്നെ കാണാനും സിമിലർ ആകുമ്പോഴാണ്. സിമിലാരിറ്റി ഒരു സാധനത്തിന് ഇല്ല. സിമിലാരിറ്റി ഇല്ല. ബട്ട് ട്വിൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? സിമിലാരിറ്റി ഇല്ല. ട്വിൻസിന് ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടല്ലോ. ഇല്ല, അതിനകത്ത് എല്ലാം ഒന്നും ഐഡന്റിക്കൽ അല്ല. അതെല്ലാം മാച്ച് ആവത്തില്ല. ഐഡന്റിക്കൽ ആവണ്ട. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. സ്പെഷ്യൽ കേസസ് ചെറിയ ഒരു സാദൃശ്യം മാത്രമേ വരുന്നുള്ളൂ. സാദൃശ്യം വരുന്നുള്ളൂ. അതും അവരുടെ റിയലി അതേ കോപ്പി പോലെ ഒരു സാധനം ഇല്ല. ഒരു സാധനത്തിൽ അങ്ങനെ പെർഫെക്ഷൻ കിട്ടത്തില്ലെന്നാ പറയുന്നത്. പക്ഷേ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കേസസ്. അപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് ഒരു ആത്മാവ് സ്പ്ലിറ്റ് ആയതാണ്. ആത്മാവ് സ്പ്ലിറ്റ് ആവുന്നല്ലോ. ഒരു മനുഷ്യൻ ഒരു ആത്മാവല്ലേ? രണ്ട് ആത്മാവല്ലേ? അപ്പോൾ താൻ പറയുന്നത് അനുസരിച്ചിട്ടേ മറ്റേ ഈച്ച സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ ഒരാൾ മരിക്കുമ്പോൾ ഉടനെ അതെ അങ്ങനെ വരും. ചിലർ പറയും പട്ടിയായിട്ട് ജനിക്കും, പൂച്ചയായിട്ട് ജനിക്കും എന്ന് പറയുന്ന ഒരു ടീം വരും. പക്ഷെ നമുക്ക് അവിടെ ആ പ്രശ്നമില്ല. ഈ ക്രിസ്ത്യാനികൾ മരിച്ച് മുസ്ലിംസ് മരിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നരകം അല്ലേ സ്വർഗം. ആ സ്കീമിൽ അവർ പെടുന്നത്. ഇത് പുറത്തുനിന്ന് വേറെ ഈ പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന ടൈപ്പ് മതമാണ്. പക്ഷെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഇതല്ല. അപ്പോൾ ഒരേ സ്ഥലത്ത് നമ്മളിങ്ങനെ പെടുമ്പോൾ ഒരു കൂട്ടർ സ്വർഗത്തിൽ പോകും, വേറെ കൂട്ടർ പുനർജനിക്കും എന്നൊക്കെ പറയുന്നത് ഒരു കൺഫ്യൂഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാ ശരിയെന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ വിശ്വസിച്ച സാധനം മാത്രമേ നമുക്ക് ശരിയായിട്ട് തോന്നുള്ളൂ. പഠിപ്പിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഞാൻ തന്റെ സ്ഥാനത്ത് വേറൊരു ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അയാൾ കാണാൻ പോകുന്ന വേറെ സാധനമാണ്. വിശ്വാസം കൊണ്ടുണ്ടാകുന്ന ഞാൻ പഠിക്കുന്നതാണ്, ഞാൻ പ്രവർത്തിക്കുന്നതെന്നാണ് എന്റെ ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം. ഞാൻ എന്താണോ ഇപ്പൊ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, ഞാൻ ചെയ്യുന്ന ജോലി എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഒരു ഡോക്ടർ MBBS പഠിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് ഡോക്ടറിന്റെ ജോലി ആയിരിക്കും. അതുപോലെ തന്നെ എന്താണോ ഞാൻ പഠിക്കുന്നത്, എന്താണോ ഞാൻ വിശ്വസിക്കുന്നത് അത് തന്നെ. മഴ പെയ്യുന്നു, മഴ വരുന്നുണ്ട്. ഇയാളെ അറിയോ? ആ പുള്ളിയുടെ ജോലി പുള്ളി കറക്റ്റ് ആയിട്ട് പറയും. സ്ഥിരമായിട്ട് ചോദിക്കുന്നു. വിദ്യാഭ്യാസം. അപ്പൊ ഒരു വേറെ പ്രശ്നമുണ്ട്. ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ താൻ ആത്മാവിൽ വിശ്വസിച്ചില്ലേ? അപ്പൊ ഈ പറഞ്ഞ പ്രേതവും ഭൂതവും യക്ഷിയൊക്കെ ഉള്ളതായിട്ട് എനിക്ക് എന്താ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരെ ആരെയും കണ്ടിട്ടില്ല. ദൈവത്തെയും കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ദൈവത്തെയും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ ആത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാനുള്ളതിന്റെ ഒരു റീസൺ ഞാൻ പറയാം. അത് എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആള് പെട്ടെന്നൊരു ദിവസം ആക്സിഡന്റിൽ മരിച്ചു പോവാണ് ചെയ്തത്. അപ്പൊ അന്ന് രാത്രി എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഫീൽ ചെയ്തു ആ ആളുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് മേ ബി അയാളായിരിക്കാം എന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആത്മാവെന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നത്. ബിക്കോസ് അവരുടെ എക്സിസ്റ്റൻസ് ഫുൾഫിൽ ആവാണ്ട് മരിച്ചവരാണ്. സോ അവര് ഒരു പക്ഷേ വന്നതായിരിക്കാം. ബട്ട് എനിക്ക് അതിനെ പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പ്രൂഫില്ല. അയാളാ വന്നേന്ന് പറയാൻ ഞാൻ ഇന്ന ആളാണ് വന്നത് എന്നോട് എനിക്ക് അങ്ങനെ തോന്നിയതാണ്. അതാണ് ഇതിന്റെ ആൻസർ. അങ്ങനെ തോന്നിയതാണ്. ആത്മാവെന്നത് എന്റെ തോന്നലാണ്. ഞാനത് എൻ്റെ ഉള്ളിലെ വോയിഡ് ഫിൽ ചെയ്യാൻ വേണ്ടി കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു മീ. ഓക്കെ, താങ്ക് യു.